നമസ്കാരം. ആസ്ട്ര യൂണിവേഴ്സിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. നമ്മളിന്നിവിടെ പരിചയപ്പെടുന്നത് ഒരു വശീകരണ മന്ത്രമാണ്. നിങ്ങൾക്കെല്ലാവർക്കും ആളുകളെ അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ആളുകളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ അവരെ അടുപ്പിച്ച് നിർത്തണം എന്നൊക്കെ ആഗ്രഹമുള്ള ആളുകളായിരിക്കാം. അവയിൽ നമ്മോട് സംസാരിക്കുന്ന കുറേ അധികം ആളുകൾക്ക് അവരുടെ ജീവിതം തന്നെ അവർ മറ്റൊരു വ്യക്തിക്കായിട്ട് സമർപ്പിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള നിരവധി ആളുകൾ നമ്മളോട് സംസാരിക്കലുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ സ്നേഹം ലഭിക്കാത്തതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിതം ശ്രദ്ധിക്കാൻ കഴിയാത്ത ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ അത്തരക്കാർക്കൊക്കെ ജപിക്കാൻ സാധിക്കുന്ന ഒരു കരിങ്കാളി വശ്യമന്ത്രമാണ് നമ്മൾ വീഡിയോയിലൂടെ നമ്മളിന്ന് പരിചയപ്പെടുന്നത്. പക്ഷേ നമുക്ക് ഈ ഒരു മന്ത്രം പ്രയോഗിക്കുമ്പോൾ അർഹമായിട്ടുള്ള ബന്ധങ്ങൾക്കായിട്ട്, ഭാര്യാഭർത്തൃ ബന്ധങ്ങൾക്ക്, അതുപോലെ നമ്മളെ സ്നേഹിച്ച് വഞ്ചിച്ച് കടന്നു കളഞ്ഞവർക്കായിട്ട്, അതുപോലെ തന്നെ നമ്മൾ ഒരു വ്യക്തിയെ ഈ ഒരു മന്ത്രം ഉപയോഗിച്ച് ആകർഷിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരെ മരണം വരെ സംരക്ഷിക്കും, അതുപോലെ തന്നെ അവരുടെ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കും എന്നൊക്കെയുള്ള ചിന്തകളുള്ള ആളുകളാണ് ഈ ഒരു മന്ത്രം ഉപയോഗിക്കാൻ പാടുള്ളൂ. കാളി ഭഗവതിയുടെ മന്ത്രമാണ്. ദുരുപയോഗം ചെയ്തു കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ശിക്ഷ ലഭിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ആളുകളെ വശീകരിക്കാനൊക്കെ മറ്റു മന്ത്രങ്ങളും മറ്റ് ക്രിയകളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മന്ത്രത്തിൽ ഞാൻ ആ പ്രയോഗങ്ങളൊന്നും പറയണില്ല. നേരെ നമുക്ക് അർഹമായിട്ടുള്ള ബന്ധങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഈ ഒരു മന്ത്രം നിങ്ങൾ അനാവശ്യ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചിട്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയല്ലെന്ന് ഞാൻ എടുത്തു പറയുകയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു മന്ത്രം എങ്ങനെയാണ് ജപിക്കേണ്ടത് എന്ന് നോക്കാം. അതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടുള്ള സംശയങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് അത്തരത്തിലുള്ള ജനന വിവരങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ കയ്യുടെ ഒരു രേഖ ഉപയോഗിച്ച് നിങ്ങൾക്ക് നോക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം നിങ്ങളിവിടെ കാണുന്ന ഈ ഒരു മന്ത്രമാണ് കരിങ്കാളി വശീകരണ മന്ത്രം. അപ്പോൾ നിങ്ങൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന വ്യക്തിയെ നന്നായി അവരുടെ മുഖം മനസ്സിൽ വിചാരിച്ചിട്ട് നിങ്ങൾ 108 തവണയാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. ജപിച്ച ശേഷം നിങ്ങൾ കരിങ്കാളി ഭഗവതിയോട് നിങ്ങളുടെ ആഗ്രഹം പറയുക. ആ വ്യക്തിയുടെ പേരും നക്ഷത്രവും നിങ്ങൾക്കറിയാമെങ്കിൽ പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുക. അങ്ങനെ നിങ്ങൾ 1008 ജപം നിങ്ങൾ പൂർത്തീകരിക്കേണ്ടതാണ് അവിടുന്ന് തുടർന്ന്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ദിനമായിട്ടും ഈ ഒരു മന്ത്രം ഒറ്റ ഇരിപ്പിന് നിങ്ങൾക്ക് 1008 ജപിച്ചാലും നിങ്ങൾക്ക് 3 ദിവസത്തിനുള്ളിൽ ഈ ഒരു മന്ത്രത്തിൻ്റെ ഫലം ലഭിക്കുന്നതായിരിക്കും. അതുപോലെ ഈ ജപം തുടങ്ങേണ്ട ദിവസം എന്നാൽ ചൊവ്വ, വെള്ളി ദിവസങ്ങളിലാണ് ഈ ഒരു മന്ത്രം ജപിക്കേണ്ടത്. ഈ മന്ത്രം ജപിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ രാത്രി കാലങ്ങളിലാണ് ഈ ഒരു മന്ത്രജപത്തിനായിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. അതുപോലെ നിങ്ങൾക്ക് ദീപം തെളിച്ചും തെളിക്കാതെയും ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ്. നമ്മൾ വൃത്തിയുള്ള ഒരു സ്ഥലം ജപത്തിനായിട്ട് തിരഞ്ഞെടുക്കുക. അതുപോലെ ഈ മന്ത്രത്തിൻ്റെ ഈ ഒരു നല്ല കാര്യങ്ങൾക്കുള്ള ഒരു പ്രയോഗമാണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ ഒരു കാര്യത്തിലുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കുക. ഞാൻ വിശദമായിട്ട് അതിനുള്ള മറുപടി നൽകുന്നതായിരിക്കും. അപ്പോൾ ഏവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നന്ദി.